മുഖ്യമന്ത്രിയുടെയും ഖാദി ബോർഡ് വൈസ് ചെയർമാന്റെയും പേരിൽ ജോലി തട്ടിപ്പ്. തട്ടിപ്പിന് പിന്നിൽ മുൻ RSSകാരനായ CPM കണ്ണൂർ സ്വദേശി സുധീഷ് മിന്നി. ഈ ആളുകൾക്ക് പൈസ കൊടുക്കണം. റിജേഷ് വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കണ്ട. റിജേഷിനോട് നിങ്ങൾ തിരുവനന്തപുരത്ത് എല്ലാം പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഇന്നലെ വിളിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ചില്ല. ഇന്ന് രാവിലെ തുടങ്ങി അവരുടെ കാശ് മേടിച്ചിട്ടല്ലേ നിങ്ങൾ ഈ ഇതിന് ഒരു മറുപടി കൊടുക്കാത്ത? വെറുതെ ഒന്നല്ല. നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണം? എന്താ ഞാൻ നിങ്ങളോട് സമാധാനത്തോടെ കാര്യം പറയട്ടെ. എന്തുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പോണേ? ആ നിയമനം എന്തായാലും നടക്കില്ലെന്ന് എനിക്കറിയാം. നടക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കാര്യം ചെയ്യും. പൈസ കൊടുക്ക്, പൈസ തിരിച്ചു കൊടുക്ക്. നിങ്ങൾ നിയമനം എന്താന്ന് വെച്ചാൽ അന്ന് ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമ്പോൾ പൈസ കൊടുക്കാം. അതല്ലേ ന്യായം. പറഞ്ഞ ഡേറ്റിനൊന്നും നടന്നല്ല. 3 വർഷത്തോളമായി. 3 വർഷത്തിനുള്ളിൽ നിയമനം നടന്നില്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? അവർ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് പറഞ്ഞേ. അതിന് മറുപടി പറയേ. മിണ്ടാണ്ടി ഇരുന്നിട്ട് കാര്യമില്ല. അതിന് മറുപടി പറ. 3 വർഷമായി, 3.5 വർഷമായിട്ട് 4 വർഷത്തോളമായി ആളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട്, ഈ പൈസ വാങ്ങിച്ചിട്ട് അവര് ഇത്ര നാളായിട്ട് നിയമനം നടക്കാത്ത സ്ഥിതിക്ക് അവർ പൈസ തിരിച്ചു ചോദിക്കുന്നു. എന്നാണോ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുന്നു അന്ന് നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാന്ന് പറയുന്നു. അതിലെന്താ തെറ്റ്? അത് പറ. തെറ്റൊന്നുമില്ല ചേട്ടാ. പിന്നെന്താന്ന്? പിന്നെന്തുകൊണ്ട് കൊടുക്കാത്തേ? അല്ല, അവര് പൈസ അല്ലല്ലോ, അവർ കറക്റ്റ് കൺഫർമേഷൻ വേണ്ടത്. കൺഫർമേഷൻ അല്ല വേണ്ട, അവർക്ക് പൈസ വേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജന്റെയും പേര് പറഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്താണ് കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഖാദി ബോർഡ്, ദേവസ്വം ബോർഡ്, KMML, ടെൽക്ക, പോർട്രസ്റ്റ് എന്നീ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തികകളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട് CPIM-ൽ ചേക്കേറിയ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി സുധീഷ് മിന്നിക്കെതിരെയാണ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി വ്യാപക പരാതി ഉയർന്നിരിക്കുന്നത്. CPM-ന്റെ പൊതുപരിപാടികളിൽ പങ്കെടുത്തത് മുതലാക്കി ഉന്നത നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരുമായും തനിക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുവാൻ സുധീഷ് മിന്നി നവമാധ്യമങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. സുധീഷ് മിന്നിയുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് മുൻകൂർ തുകയായി ലക്ഷങ്ങൾ കൈപ്പറ്റിയാണ് നാളിതുവരെ ഇയാൾ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുക നൽകി 4 വർഷക്കാലം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെയാണ് ഉദ്യോഗാർത്ഥികൾ സുധീഷ് മിന്നിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള യുവതീ യുവാക്കളാണ് തട്ടിപ്പിനിരയായവരിൽ ഏറെയും. ഇവരിൽ നിന്ന് ഏകദേശം 3.5 കോടിയിലധികം തുകയാണ് സുധീഷ് മിന്നി കൈപ്പറ്റിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ തട്ടിപ്പ് സംബന്ധിച്ച് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടി കണ്ണൂർ ജില്ലാ ഘടകം അന്വേഷിക്കുകയും പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെയും തുടർന്ന് CPM-ന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സുധീഷ് മിന്നിയെ പുറത്താക്കുകയും ചെയ്തു. ഈ ബിനുവേട്ടന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് ഇത് ഓരോ വിഷയങ്ങളായിട്ട് പറയാം. ഞാൻ അതിന്റെ റിയൽ ആള് ആഭ്യന്തര വകുപ്പിൽ വന്നിട്ട് ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് കാണിച്ചു പുള്ളിന്റെ അഭിപ്രായം എന്താണോ ആ അഭിപ്രായത്തിൽ മാത്രം എന്റെ ഏതെങ്കിലും ഒരു അഭിപ്രായത്തിൽ പുള്ളി പറഞ്ഞു എനിക്കൊരു അടിയന്തരമായിട്ട് നിങ്ങൾ ബാംഗ്ലൂർ റിക്രൂട്ട്മെന്റ് ചെയ്തു എന്ന് കാണിക്കണം, നിങ്ങൾ ബാംഗ്ലൂർ വരണം. പുള്ളി ഞാനല്ല ബാംഗ്ലൂർ പോയത്, ഞാൻ അവിടെ ഇല്ല. നിങ്ങൾ ബിനുവേട്ടനെ വിളിച്ച് ചോദിച്ചോ. പോയിട്ട് ആ പുള്ളിയെ കണ്ടത്, സാറിനെയാണ് കണ്ടത്. എന്നെ എന്താ ആഭ്യന്തര വകുപ്പിൽ ഉദ്യോഗസ്ഥനാണ്. ചേട്ടൻ ഏത് നിയമനം 5 വർഷമായി നടത്തിയിരിക്കുന്നത്? ഏത് നിയമനം നടത്തിയിരിക്കുന്നത്? SBI സെക്യൂരിറ്റി ആളുകൾ പാർട്ടിയെ കൈകാര്യം ചെയ്യുന്നത്. പണം തിരികെ ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഇയാളുടെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് വ്യാജമായി മുഖ്യമന്ത്രിയുടെ ബന്ധു, പൊളിറ്റിക്കൽ സെക്രട്ടറി, ഉന്നത ഉദ്യോഗസ്ഥൻ, ദേവസ്വം ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗം, ഖാദി ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ പേരുകളിൽ ഫോണിലോ നേരിട്ടോ ബന്ധപ്പെടുത്തി കാലാവധി നീട്ടിക്കുകയാണ് സുധീഷ് മിന്നിയുടെ പതിവ്. ഉദ്യോഗാർത്ഥികളിൽ നിന്നും നേരിട്ട് പണമായും സുധീഷ് മിന്നിയുടെ അക്കൗണ്ട്, ഭാര്യാമാതാവ് AR രാജലക്ഷ്മിയുടെയും അക്കൗണ്ട്, സുധീഷ് പറയുന്ന മറ്റ് അക്കൗണ്ടുകൾ എന്നിവയിലേക്കാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം ഇയാൾ നിക്ഷേപിച്ചിരുന്നത്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന പേരിൽ തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ വിളിച്ചു വരുത്തി OMR ഷീറ്റിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളിൽ ഉത്തരങ്ങൾ അടയാളപ്പെടുത്തി ജോലി ഉടൻ ലഭിക്കുമെന്ന മോഹന വാഗ്ദാനവും ഇയാൾ നടത്തിയതായി തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികൾ പറയുന്നു. നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നവരെ ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്ത് ജോലി രാജിവെപ്പിച്ച് സുധീഷ് മിന്നി ലക്ഷങ്ങൾ തട്ടുകയും ചെയ്തു. സുധീഷ് മിന്നി എന്ന തട്ടിപ്പുകാരന്റെ വലയിൽ കുടുങ്ങിയ ഇരകളിൽ ഏറെയും ഇന്ന് പെരുവഴിയിലാണ്. ഇയാൾക്കെതിരെ മുഖ്യമന്ത്രി, DGP എന്നിവർക്ക് പരാതി നൽകുവാൻ തയ്യാറെടുക്കുകയാണ് തട്ടിപ്പിനിരയായവർ. സുധീഷ് മിന്നി എന്ന തട്ടിപ്പുകാരന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകളും ദൃശ്യങ്ങളും വരും ദിനങ്ങളിൽ.